സെഫു, മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ സാധാരണ ഈ മലയാളികൾ ഈ നാട്ടിലുള്ള സകല തട്ടിപ്പിന് ഇരയാകുന്ന വാർത്തകളാണ് കാണാറുള്ളത്. തീർച്ചയായും ഇത് മലയാളികൾ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യും. മലയാളികൾ തട്ടിപ്പിന്റെ കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന ടീമുമാണ്. ഇത് അങ്ങനെ ഒരു ഗവേഷണം നടത്തിയ തട്ടിപ്പിന്റെ വാർത്തകളിലേക്കാണ് നമ്മൾ വരുന്നത്. കുവൈത്ത് ബാങ്ക് ലോൺ തട്ടിപ്പ് പ്രതികൾക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കുന്നത്. പ്രതികളായ ഭൂരിഭാഗം മലയാളികളും മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. കോട്ടയത്തും എറണാകുളത്തുമായി 12 കേസുകളാണുള്ളത്. കുവൈത്തിലെ അൽ അഖ്ലി ബാങ്കിൽ നിന്നും 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ലോൺ എടുത്ത ശേഷം മുങ്ങിയതായാണ് കേസ്. ജോസി ബാബു കോട്ടയത്ത് നിന്ന് അതിന്റെ വിശദാംശങ്ങൾ നൽകും. ജോസി, കുവൈത്ത് എന്നല്ല, ഖത്തർ, UAE, ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നമുക്ക് അന്നം നൽകുന്ന നമ്മുടെ ഒറ്റമ്മ എന്നൊക്കെ നമ്മൾ പറയുന്ന നാടുകളാണ്. അവിടെ ചെന്നുകൊണ്ട് അവിടുത്തെ ബാങ്കുകളെയൊക്കെ കബളിപ്പിച്ച് മുങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എങ്ങനെ എന്ത് പേരിടണമെന്നറിയില്ല. അപ്പോൾ ഈ രീതിയിൽ കബളിപ്പിച്ച് മുങ്ങിയവരിൽ എത്ര പേരുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അപ്പോൾ കുവൈത്ത് പോലീസ് ഇങ്ങോട്ട് നൽകിയ വിവരം അനുസരിച്ചാണ് ഇപ്പോൾ കേരള പോലീസിനകത്ത് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിന് പുരോഗതി എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ജിൽസി, സൈഫു. എന്തായാലും നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെ നാണക്കേടാണ് മലയാളികൾക്ക് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലടക്കം UAE-യിലടക്കം ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഒട്ടേറെ മലയാളികളുണ്ട്. അവർക്കൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്ന നാണക്കേട് ചില്ലറയല്ല. എന്തായാലും കുവൈത്തിലുള്ള അൽ അഹ്ലി ബാങ്കിന്റെ പരാതിയിലാണ് DGPയുടെ നിർദ്ദേശപ്രകാരം വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സംസ്ഥാനത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയത്തും എറണാകുളത്തുമായി 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കോട്ടയം ജില്ലയിലാണ് കൂടുതൽ കേസുകൾ. ഏകദേശം 8 കേസുകളാണ് കോട്ടയം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വൈക്കം, അതോടൊപ്പം വെള്ളൂർ, തലയോലപ്പറമ്പ്, അയർക്കുന്നം അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. പലരും 60 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയുള്ള തട്ടിപ്പ് നടത്തി മുങ്ങിയെന്നാണ് FIR-ൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഇപ്പോൾ ഈ പ്രതികളാരും നാട്ടിലില്ല. ഇവരൊക്കെയും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കഴിഞ്ഞു എന്നതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് യൂറോപ്പ്, കാനഡ, ഓസ്ട്രേലിയ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കുടുംബമായി ഇവർ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ പ്രതികൾക്കായി നടപടി കടുപ്പിക്കുന്നത്. ഈ അത്യന്തം നാണക്കേടുണ്ടാക്കിയ ഈ കേസിൽ പ്രതികളെ വേഗത്തിൽ പിടികൂടണമെന്നുള്ളൊരു പൊതു താല്പര്യം പോലീസിനുണ്ട്. ഇതിനായാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ആവശ്യമെങ്കിൽ വിദേശ നയതന്ത്ര ഇടപെടൽ ആവശ്യമെങ്കിൽ കേന്ദ്രത്തിന് കത്ത് നൽകുവാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അതിനിടെ നാട്ടിലുള്ള ഇവരുടെ ബന്ധുക്കളെയും അതോടൊപ്പം ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നതിലുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. പരമാവധി പ്രതികളെ നാട്ടിലെത്തിക്കുകയും പണം തിരികെ അടപ്പിക്കുകയും ചെയ്ത് ഇതിലൊരു പരിഹാരമുണ്ടാക്കുക എന്നതാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം. ഇക്കാര്യത്തിലേക്കുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകാത്ത പക്ഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കുവൈത്തിലെ അൽ അഹ്ലി ബാങ്കിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടികൾ കടുപ്പിക്കുന്നത്.